ഹലോ വെൽക്കം ടു വിഷൻ വിത്ത് ആരതി. അപ്പം നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് കരുതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ഉണ്ടല്ലോ, അനിയന് മാത്രം വരാൻ പറ്റിയില്ല. അവൻ ലാസ്റ്റ് ടൈം വരെ വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവൻ അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ആ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അവൻ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ ബർത്ത്ഡേ പിന്നെ ഞങ്ങൾ ആഘോഷിക്കാൻ തന്നെ കരുതി. ഇനി എപ്പോഴാണ് ചേച്ചി ഇങ്ങനെ നാട്ടിലുണ്ടാവുക, അങ്ങനെ എങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഇനി എപ്പോഴാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളത് ആഘോഷിച്ചേക്കാമെന്ന് കരുതി. അനിയനെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ എന്താ പറയുക, ചേച്ചിയും ചേട്ടനും വരുമ്പോൾ അമ്മയ്ക്ക് ഒരു കുഞ്ഞു കേക്കും പിന്നെ അമ്മയ്ക്ക് ഇത് വാങ്ങിച്ചു കേട്ടോ, കൊട്ടയുടെ ഊഞ്ഞാലില്ല, അത് വാങ്ങിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മാസങ്ങളായി അമ്മ ഈ കൊട്ടയുടെ ഊഞ്ഞാലിൻ്റെ കാര്യം പറയണത്. അച്ഛൻ്റെ അടുത്ത് വാങ്ങിത്തരാനാണ് അമ്മ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പം ഞങ്ങൾ പറയുമ്പോഴും ആ പെരുമ്പിലാവ് അങ്ങനെ ആ ഒരു റൂട്ടിലോട്ട് പോകുമ്പോൾ അത് ഷോപ്പ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അമ്മ എപ്പോഴും ഈ ഒരു സൈഡിലോട്ട് നോക്കും. അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളതാണ് അമ്മയ്ക്ക് ഇത് സംഭവം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എന്താ വേണ്ടത് അമ്മയ്ക്ക് എന്താ മേടിക്കേണ്ടത്, സാരിയാണോ വാച്ചാണോ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ ഊഞ്ഞാൽ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ വിചാരിച്ചേക്ക് അപ്പുറമായിരുന്നു അമ്മയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ അതിൽ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ആടി. അമ്മയ്ക്കത് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ അമ്മയുടെ സന്തോഷം കാണുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളും ഹാപ്പി ആവുമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലുതായിട്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾ സമ്മാനം മേടിച്ചു കൊടുക്കുക, അമ്മ അതിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ ഇടയിൽ അനിയനൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്തു. പിന്നെ നിഖിലേട്ടൻ ഇരുന്ന് പോകണമായിരുന്നു. നിഖിലേട്ടൻ്റെ വീട്ടിലെ 1-2 കല്യാണങ്ങളാണ് വരണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കല്യാണത്തിറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിഖിലേട്ടൻ ഇന്ന് രാത്രി തന്നെ പോകണമായിരുന്നു. അപ്പോൾ ചേച്ചീനെ കൊണ്ടുപോയില്ല. ചേച്ചി അമ്മയുടെ ബർത്ത്ഡേ ഉള്ള അപ്പോൾ നാളെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പോയിട്ടില്ല, നിഖിലേട്ടൻ മാത്രമാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിഖിലേട്ടനെ യാത്ര അയച്ചു. ടാറ്റാ.